ഇന്ന് ഓൾഡ് മൂവി റിവ്യൂല് 1989 പുറത്തിറങ്ങിയിട്ടുള്ള വടക്ക് നോക്കി എന്ന ചിത്രത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ശ്രീനിവാസൻ സാർ നായകനായിട്ടുള്ള മലയാള ചിത്രമാണ് വടക്ക് നോക്കി യന്ത്രം. അപ്പൊ ശ്രീനിവാസൻ സാർ തന്നെയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളതും അതുപോലെ ഡയറക്ട് ചെയ്തിട്ടുള്ളതും പുള്ളിക്കാരൻ തന്നെയാണ്. പുള്ളിക്കാരന്റെ മറ്റ് എഴുത്തുകൾ കണ്ടറിയാം, ഒരു എക്സെപ്ഷണൽ റൈറ്റർ ആണ് ശ്രീനിവാസൻ സാർ. അപ്പോ പുള്ളിക്കാരന്റെ വളരെ മികച്ച എന്ന് വെച്ചാൽ കണ്ടന്റിൽ ഒരു മനുഷ്യന്റെ സൈക്കോളജിനെ കുറിച്ച് അത്യാവശ്യം പഠിച്ചിട്ട് എഴുതിയ ഒരു ചിത്രമാണ് വടക്ക് നോക്കി യന്ത്രം. അപ്പൊ ഇതിന് മെയിൻ ആയിട്ട് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനെ കുറിച്ചാണ് ചിത്രം പൊതുവെ, അല്ലെങ്കിൽ ഈ ചിത്രത്തിന്റെ ഫുൾ ഉള്ളടക്കം എന്ന് പറയാനാണെങ്കിൽ ആ ഒരു ഫീലിങ്സ് ഉള്ള ഒരു ആളുടെ കഥയാണ് ഈ ചിത്രം മൊത്തം. അപ്പൊ തളത്തിൽ ദിനേശൻ എന്നൊരു ക്യാരക്ടറാണ് ശ്രീനിവാസ് സാർ ഇതിൽ ചെയ്യുന്നത്. അതിൽ ഫീമെയിൽ റോൾ ചെയ്യുന്നത് പാർവതി, നമ്മൾ ജയറാമിന്റെ വൈഫായിട്ടുള്ള പാർവതി മാമാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോ ഇവരാണ് പ്രധാന കഥാപാത്രം ചെയ്യുന്നത്. അപ്പൊ ഇതിൽ പാർവതി മാം ഇതിലൊരു ശോഭന എന്നൊരു പേരിലൊരു ക്യാരക്ടർ ചെയ്യുന്നത് ഈ തളത്തിൽ ദിനേശന്റെ വൈഫായിട്ടാണ് ഇതിൽ അഭിനയിക്കുന്നത്. അപ്പൊ ഈ തളത്തിൽ ദിനേശൻ എന്ന ക്യാരക്ടർ ശരിക്കും ഒരു പത്ര ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു സാധാരണക്കാരനായ ഒരു ആളാണ്. അപ്പോ തന്റെ ഫാമിലി സ്റ്റാറ്റസ് ഒക്കെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ ഈ ആൾക്ക് എന്താ വെച്ചാല് ഭയങ്കര ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ഒരാളാണ്. കാരണം കളറ് കറുപ്പാണ്, അതുപോലെ ഹൈറ്റ് കുറവാണ്, തന്നെ ഒരു പെണ്ണിനും ഇഷ്ടപ്പെടൂല, അങ്ങനെയൊക്കെ ചിന്താഗതി ഉള്ളതാണ്. അങ്ങനെയാണ് പുള്ളിക്കാരൻ കല്യാണം കഴിയുന്നത്. ഈ പാർവതി ശോഭനായിട്ടാണ് കല്യാണം കഴിയുന്നത്. ശോഭന എന്ന ക്യാരക്ടറിന്റെ പേരോട്ടോ പറയുന്നത്. അപ്പൊ ഈ ശോഭന എന്നുള്ള ക്യാരക്ടർ പാർവതി മാമാണല്ലോ ചെയ്യുന്നത്. അപ്പൊ നല്ല ഭംഗിയും അത്യാവശ്യം ഹൈറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ശ്രീനിവാസന്റെ ഹൈറ്റും ഇതൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു കോംപ്ലക്സ് ആദ്യം തന്നെ അതിൽ കാണാം. ഒരു ഫോട്ടോ എടുക്കാൻ പോണ സീനൊക്കെ ഉണ്ട് ഈ ഒരു സ്റ്റുഡിയോയിൽ വെച്ചിട്ട്. അതിൽ മാമുക്കോയ സാറാണ് ഇതില് ആ ഒരു സ്റ്റുഡിയോയിലുള്ള ഫോട്ടോഗ്രാഫർ. അപ്പൊ അതിൽ തന്നെ ഇങ്ങനെ എണീച്ച് നിന്നിട്ട് ഇങ്ങനെ നോക്കുന്ന ഒരു ഫോട്ടോ ഭയങ്കര ഫേമസ്. അത് പിന്നീട് വിനീത് ശ്രീനിവാസന് വേറെ ഒരു സിനിമയിൽ ചെയ്തിട്ടുണ്ട് അതേപോലെ ഒരു സംഭവം. ഒരു സെക്കൻഡ് ക്ലാസ് യാത്രയാണ് സിനിമയിലാണ് തോന്നുന്നത്. അപ്പോ ഇതാണ് ഇതിന്റെ ഒരു കഥ. ഐ മീൻ ഈ ഒരു കോംപ്ലക്സ് ലൈക്ക് ഭാര്യനെ തന്നെക്കാളും ഇഷ്ടപ്പെടുന്ന ഒരാൾ വരെയൊക്കെ ഉണ്ടാവുമോ, അല്ലെങ്കിൽ തന്നെക്കാളും യോഗ്യനായ ഒരാളെ കാണുമോ, പോകുന്ന ആൾക്കാരൊക്കെ സംശയമാണ്. ഒരു ദിവസം ജഗദീഷ് സാറൊക്കെ ഇങ്ങനെ സൈക്കിൾ ഓടിച്ചു പോണ സമയത്ത് പുള്ളിക്കാരൻ എന്റെ ഭാര്യ നോക്കാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സംശയം, എന്തായാലും സംശയം. തന്നെക്കാൾ കുറച്ച് ലുക്ക് ഉള്ള ഒരാൾ അല്ലെങ്കിൽ കുറച്ച് ഹൈറ്റ് ഉള്ള ഒരാളെ കണ്ടാൽ തന്നെ സംശയമാണ് ഭാര്യ ആളെ കൂടെ പോകുന്നുള്ളത്. അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ളൊരു വളരെ മാനസിക വിഭ്രാന്തി എന്നൊക്കെ പറഞ്ഞ പോലത്തെ കോലത്തിലാവുന്നുണ്ട് മൊത്തത്തില്. ആളെ സംശയം അത്രയും കൂടുതലാണ്. ഇതിൽ മറ്റു നല്ല കഥാപാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കോമഡിയാണ്, നല്ല കോമഡിയുള്ള ചിത്രമാണ്. കാരണം അതിൽ ഇന്നസെന്റ്, അതുപോലെ KPC ലളിത, സുകുമാരി ചേച്ചി, അങ്ങനെ കുറെ പേര് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം വലിയ ഒടുവിൽ കൃഷ്ണേട്ടൻ, അതുപോലെ അങ്ങനെ അത്യാവശ്യം കുറെ ശങ്കരാടി, അങ്ങനെ കുറെ അടിപൊളി ക്യാരക്ടേഴ്സ് ഉള്ള ഒരു കിടിലൻ സിനിമയാണിത്. നല്ല കോമഡി ഉണ്ട്, ചിരിക്കാനുണ്ട്, പക്ഷെ അതിൽ കൂടുതൽ ചിന്തിപ്പിക്കുകയും ചെയ്യും. ചിരിന്റെ ഒപ്പം ചിന്തിപ്പിക്കലാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാർ ശരിക്കും ഈ ലോകത്ത് ഉണ്ട്. അല്ലെങ്കിൽ പണ്ട് നല്ലോണം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഈ കോംപ്ലക്സ് എന്ന് സംഭവം ഒരിക്കലും നമ്മൾ വിട്ടുപോണ കേസല്ലോ. നമുക്ക് എപ്പോഴും എല്ലാവരെയും കുറച്ച് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാവും. എന്നാൽ പോലും അത് അതിരി കവിഞ്ഞു കഴിഞ്ഞാല് അതെന്താവും എന്നുള്ളതാണ് ഈ ചിത്രം കാണിക്കുന്നത്. ഇത് കാണാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. കണ്ടവരുണ്ടാവും, മോസ്റ്റ് ഓഫ് ദി മലയാളീസും കണ്ടതായിരിക്കണം. പക്ഷെ ഇപ്പത്തെ ജനറേഷനിൽ പലതും കണ്ടിട്ടുണ്ടാവില്ല. ഇല്ലെങ്കിൽ നല്ലോണം എന്തായാലും കണ്ടു നോക്കണം. നല്ല കിടിലൻ സ്ക്രിപ്റ്റും നല്ല ഡയറക്ഷനും ഉള്ള ഒരു കിടിലൻ ചിത്രമാണ്. മസ്റ്റായിട്ട് കണ്ടു നോക്കുക. സോ മറ്റൊരു വീഡിയോ കാണാം. ബൈ.